ഇന്ന് ഒരു സ്പെഷ്യൽ യാത്രയാണ് കേട്ടോ. വയനാട്ടിലേക്കാണ് പോകുന്നത്. കൂടെ ജോലി ചെയ്യുന്ന കൂട്ടുകാർക്കൊപ്പം ഒരു യാത്ര. അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും എന്നെ സംബന്ധിച്ച് വളരെയധികം സന്തോഷിക്കുന്ന ഒന്നാണ്. കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂസ് കാരണം എനിക്ക് ബസ്സിൽ പ്ലേ ചെയ്ത മ്യൂസിക്കൊന്നും ഇടാൻ പറ്റില്ല കേട്ടോ. അതുകൊണ്ട് എല്ലാവരും എന്നോടൊന്ന് ക്ഷമിച്ചേക്കണേ. അങ്ങനെ ഞങ്ങൾ യാത്രയൊക്കെ കഴിഞ്ഞ് എന്താ പറയുക, അടിപൊളി യാത്രയൊക്കെ കഴിഞ്ഞ് റിസോർട്ടിലെത്തി കേട്ടോ. എല്ലാവരും നല്ല ഹാപ്പിയാണ്, എക്സൈറ്റഡാണ്. അങ്ങനെ അപ്പോഴേക്കും അവിടെ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഫുഡ് കഴിക്കുക പുറത്ത് നിന്നിട്ട്. ഞങ്ങൾക്ക് കമ്പനിയായിട്ട് ഒരു പൂച്ചയുണ്ട് അവിടെ. നല്ലൊരു പൂളുണ്ട് കേട്ടോ. അപ്പം ആരാദ്യം ചാടണം, എങ്ങനെ ചാടണം എന്നുള്ള ഡിസ്കഷനാണ്. അത്യാവശ്യം നല്ല തണുപ്പ് വന്നു തുടങ്ങിയിട്ടുണ്ട്, നല്ല തണുപ്പുണ്ട്. അപ്പം എല്ലാവരും കൂടെ തീ കായാന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങൾക്ക് അവിടുന്ന് തീ കായാനുള്ള എല്ലാ സെറ്റപ്പും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ പാട്ടും കളിയും ഡാൻസൊക്കെ ആയിട്ട് കുറേ സമയം സ്പെൻഡ് ചെയ്തു. ഒരു 12:30 മണിയാകുമ്പോഴേക്കും ഞങ്ങളെല്ലാവരും കിടക്കാൻ പോയി. അങ്ങനെ ഇപ്പോൾ രാവിലെ ആയിട്ടോ. നമ്മളെല്ലാവരും കൂടെ കാപ്പിത്തോട്ടത്തിലൂടെ നടക്കുകയാണ്. അപ്പം ഇതിൻ്റെ ചുറ്റുപാടുള്ള കാഴ്ചകൾ കാണിച്ചു തരാം കേട്ടോ. സിനമണാണെന്ന് തോന്നുന്നു. കാപ്പിച്ചെടിയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഒരു ഓർക്കിഡാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളിങ്ങനെ കുറേ നടന്നു, കുറേ ദൂരം തന്നെ നടന്നു. നല്ല ക്ലൈമറ്റ് ആയിരുന്നു, അതുകൊണ്ട് ആർക്കും ഒരു വലിയ ബോറടിയൊന്നുമില്ല. അങ്ങനെ നടന്നു കുറേ മുന്നോട്ടെത്തിയപ്പം നല്ല തേയിലത്തോട്ടം കണ്ടു കേട്ടോ. അങ്ങനെ അവിടെ എത്തുമ്പോഴേക്കും എല്ലാവരും കുറേ ഫോട്ടോസൊക്കെ എടുക്കുന്ന തിരക്കിലായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ നിന്നിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തു. വരുന്ന വഴിക്ക് കണ്ടൊരു കുഞ്ഞു വീടാണ് കേട്ടോ. നല്ല അടിപൊളി വീടാണ്. അവിടെ കണ്ട കുറേ ചെടികളുണ്ട്. പോണ വഴിക്കൊക്കെ എത്ര ചെടികളാണ്, പൂക്കളൊക്കെ നിറഞ്ഞിരിക്കുകയാണ്. നമ്മളെ നാട്ടിലെ പോലെയല്ലല്ലോ, ക്ലൈമറ്റ് നല്ല തണുപ്പായതുകൊണ്ട് അതൊന്നും നിറച്ച് പൂക്കൾ. അതിൻ്റെ ഇടയിൽ എൻ്റെ മോൾ എന്നെ കളിയാക്കുന്നുണ്ട്. എസ്തെറ്റിക് വീഡിയോഗ്രാഫർ. അങ്ങനെ ഞങ്ങൾ രാവിലത്തെ നടത്തൊക്കെ കഴിഞ്ഞ് റിസോർട്ടിലെത്തി കേട്ടോ. എത്ര സ്ഥലം ഉണ്ടെങ്കിലും നമുക്കിങ്ങനെ പുറത്തൊക്കെ ഇരുന്ന് കഴിക്കാമെന്ന് പറഞ്ഞ ഒരു രസമല്ലേ. അങ്ങനെ എല്ലാവരും കൂടെ പുറത്തുനിന്നാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. വെള്ളപ്പവും കടലക്കറിയായിരുന്നു, നൂൽപ്പുട്ടും ഉണ്ടായിരുന്നു. രാത്രി നല്ല തണുപ്പ് കാരണം നമുക്ക് വെള്ളത്തിലൊന്നും കളിക്കാൻ പറ്റിയില്ല. ഇപ്പം നല്ല ഒരു ഇളം വെയിലും അത്യാവശ്യം ചൂടൊക്കെ ഉള്ളത് കാരണം എല്ലാവരും നല്ല സന്തോഷത്തിൽ പൂളിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എല്ലാവരും ഇറങ്ങാൻ വേണ്ടിയിട്ട് ബാഗൊക്കെ എടുത്ത് പുറത്ത് വെയിറ്റ് ചെയ്യാണ് കേട്ടോ, വണ്ടിക്ക് വേണ്ടിയിട്ട്. നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഫ്രണ്ട്സൊത്ത് വരാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ്. നല്ല അടിപൊളി വൈബ് എന്ന് തന്നെ പറയാം. ശരിക്കും ഈ സ്ഥലം ഞങ്ങൾ മിസ് ചെയ്യുന്നു. നല്ല രസമുള്ള സ്ഥലമാണ്. ഇതാണ് കേട്ടോ ഞങ്ങൾ താമസിച്ച റൂം. നല്ല റൂമാണ് കേട്ടോ. അങ്ങനെ ഇന്ന് രാവിലത്തെ ട്രിപ്പ് തുടങ്ങുകയായിട്ടോ. അപ്പോൾ റിസോർട്ടിൽ നമ്മൾ
സ്വിമ്മിംഗ് പൂളിലുള്ള കുളിയൊക്കെ കഴിഞ്ഞു, പിന്നെ നല്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇനി നമുക്ക് ഇന്നത്തെ ട്രിപ്പ് ആരംഭിക്കാം. ഇപ്പോൾ വണ്ടി വരും കേട്ടോ, വണ്ടിക്ക് വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ നമ്മൾ ജീപ്പിലാണ് കേട്ടോ മെയിൻ റോഡിലേക്ക് പോണത്. കുറച്ചൊരു ഓഫ് റോഡ് ടൈപ്പ് വഴി എന്ന് പറയാം, അതുകൊണ്ടാണല്ലോ ജീപ്പിൽ പോകുന്നത്. പൂപ്പലി കാണാനാണ് കേട്ടോ പോകുന്നത്. അപ്പോഴേക്ക് സമയം ഏകദേശം 1 മണി ആവാനായി. അപ്പം പൂപ്പലിയുടെ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഉച്ചയ്ക്കുള്ള ഫുഡ് കഴിക്കാനുള്ള സമയം കിട്ടില്ല. അതുകൊണ്ട് 1 മണിയാകുമ്പോഴേക്ക് തന്നെ നല്ലോണം ഫുഡൊക്കെ കഴിക്കാമെന്ന് കരുതി എല്ലാവരും ഹോട്ടലിൽ കയറിയിട്ടോ. അവർ നല്ല ഹാപ്പിയാണ്. ഇങ്ങനൊരു എല്ലാവരും ഫ്രീ ആയിട്ടിരിക്കുന്നത് ആദ്യമായിട്ടാണല്ലോ, എന്നും ജോലിയും തിരക്കുകളൊക്കെ ആയിട്ടാണല്ലോ. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ് കേട്ടോ ഫുഡിന്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ പൂപ്പലി കാണാൻ പോവാണ് കേട്ടോ. ഞങ്ങൾ അമ്പലവയലിൽ പൂപ്പലി കാണാൻ എത്തി കേട്ടോ. ഇവിടെ ചെന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ വേറൊരു ലോകം തന്നെ പറയാം. അത്രയും നല്ല രീതിയിലാണ് ഇവിടെ ചെടികളൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഞാനിവിടെ 2-3 വർഷത്തെ പൂപ്പലിയൊക്കെ കാണാൻ വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്രാവശ്യത്തെ ക്ലൈമറ്റ് അനുകൂലമായതുകൊണ്ടാണ് തോന്നുന്നു എല്ലാം നല്ല രീതിയിൽ പൂവിട്ട് നിൽക്കുന്നുണ്ട് ചെടികളൊക്കെ. അങ്ങനെ നല്ലൊരു കളർഫുള്ളായിട്ടുള്ളൊരു ഇതായിരുന്നു ഇപ്രാവശ്യം. ഓരോ വർഷവും ഇതിൻ്റെ അറേഞ്ച്മെൻറ്റും ഭംഗിയും കൂടിക്കൂടി വരുന്നു എന്ന് തന്നെ പറയാം കേട്ടോ. കൂടുതൽ വെറൈറ്റീസ് അവർ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. പൂപ്പലി എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ വയനാട്ടുകാർ ഒരു ഉത്സവം എന്ന് തന്നെ പറയാം. അവർ അത്രയും ഈ ഒരു പൂപ്പലിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അത്ര ഭംഗിയാണ് കേട്ടോ അവിടുത്തെ പൂപ്പലിയും. അത്രയും തിരക്കുള്ള സമയവും കൂടിയാണ്. അങ്ങനെ നമ്മൾ കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്തു. നമുക്കൊട്ടും മടുപ്പ് തോന്നില്ല. അത്രയും നല്ല മനോഹരമായ കാഴ്ചകളാണ് കേട്ടോ ഇവിടെ ഉള്ളത്. പൂപ്പലിയുടെ ഭാഗമായിട്ട് അവിടെ ഒരു എക്സിബിഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ട് പിന്നെ നമുക്ക് തിരിച്ചു പോരാനുള്ള സമയമായിട്ടോ. നാട്ടിലെത്തണ്ടേ, അത്യാവശ്യം കുറേ ദൂരം പോകാനുണ്ടല്ലോ. അതുകൊണ്ട് വൈകുന്നേരം ആകുമ്പോഴേക്ക് തന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ എല്ലാവരും നല്ല ടയേർഡായിട്ടോ. പിന്നെ പകുതി വഴിക്കിലെത്തുമ്പോൾ നമ്മൾ ഒരു ചായയൊക്കെ കുടിച്ചു. അവിടെ ഷോപ്പിൽ കുറേ നമുക്ക് ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയ ഡ്രൈ ഫ്രൂട്ട്സും ചോക്ലേറ്റ്, കാപ്പിപ്പൊടി അങ്ങനെയുള്ള കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ വാങ്ങി പിന്നെ നമ്മൾ നാട്ടിലേക്കുള്ള യാത്ര തിരിച്ചു കേട്ടോ. ബ്ലോക്കിലൊന്നും പെടാതെ ഞങ്ങൾ 9:30 ആകുമ്പോഴേക്ക് തിരിച്ചെത്തി കേട്ടോ. ഇനി മറ്റൊരു കാഴ്ചയുമായി നമുക്ക് അടുത്ത് തന്നെ കാണാം. താങ്ക് യു.